ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. ഇടയ്ക്ക് കുറേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനും മോളും കൂടെ ഖത്തറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബിസിയൊക്കെ ആയി പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളൊരു ഈദൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ ഒരു വീഡിയോ പിടിച്ചപ്പോൾ അതൊന്ന് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ പെരുന്നാൾ 16-ാം തീയതി ആയിരുന്നു. അപ്പോൾ 17-ാം തീയതി നമ്മൾ ജസ്റ്റ് മോളുമായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയതാണ്. നാട്ടിൽ പെരുന്നാളിൻ്റെ ദിവസം ആദു അല്ലു പുറത്ത് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ലുലുവിൽ ഫണ്ടൂറയിലൊക്കെ. അത് കണ്ടപ്പം ഇവിടെ അമ്മു ഭയങ്കര ബഹളമായിരുന്നു, പുറത്ത് പോയി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു മോളിൽ നമ്മൾ ഖത്തറിൽ അവളായിട്ടൊന്ന് കളിക്കാൻ പോയതാണ്. അൽ അസ്മാക് മോൾ എന്ന് പറഞ്ഞ മോളിലാണ് നമ്മൾ കളിക്കാൻ പോയത്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്, കാരണം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് പകൽ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ മോളിലേക്ക് പോയി. കാറൊക്കെ പാർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയാണ് പൊതുവെ ആദു എല്ലുമൊക്കെ ആയിട്ട് നേരത്തെ എപ്പോഴും കളിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ടൈമിൽ ആദു എല്ലു ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തനിയാണ് വന്നത്, കാരണം അവർക്ക് രണ്ടുപേർക്കും ക്ലാസ് ഉള്ളത് കൊണ്ട് അവർ നാട്ടിലാണ്. അപ്പോൾ നേരെ അവിടെ എത്തി അമ്മനുമായിട്ട് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓൾറെഡി നേരത്തെ ഇവിടെ ഫൺവില്ലയിലൊക്കെ കളിക്കാൻ വരുമ്പോൾ ആദുവിൻ്റെ എല്ലുവിൻ്റെയും കാർഡ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കളിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ അതൊന്നും അവരില്ലാത്തതുകൊണ്ട് എടുക്കാതെയാണ് വന്നത്. ഇന്നിപ്പോൾ നമുക്ക് നേരെ അമ്മനും കളിക്കാൻ പോകുമ്പോൾ പുതിയ കാർഡൊക്കെ എടുത്താൽ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇതായിട്ട്. പിന്നെ പുറത്ത് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ കൂടുതലും അതൊക്കെ കാണാനാണ് പോകുന്നത്. നമ്മൾ ചൂടായതുകൊണ്ട് അതിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നേരെ ചെല്ലുമ്പോൾ സെൻറ്റർ പോയിൻ്റാണ് കാണുന്നത്. ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇതിനുള്ളിലൊക്കെ ഒന്ന് കറങ്ങി കാണുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പം ഫൺവില്ലയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇതിനുള്ളിലൊക്കെ ഒന്ന് കയറി കറങ്ങി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാരണം ഈദും കൂടി കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് തന്നെ. പക്ഷേ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഈദിൻ്റെ കുറേ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പെരുന്നാളിന് മുന്നേ തന്നെ വന്നതായതുകൊണ്ട് നമ്മൾ ഓൾറെഡി വേറെ മോളിലൊക്കെ പോയപ്പോൾ ഇതേപോലെ സെൻറ്റർ പോയിന്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജസ്റ്റ് വന്നതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കയറിയെന്ന് മാത്രം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒക്കെ ജസ്റ്റ് ഇതേ ഇങ്ങനെ പുതിയ കളക്ഷൻസൊക്കെ വന്നതൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോളിലും അതേപോലെ ഈദിൻ്റെ ഒരു വൈബൊക്കെ ഉണ്ട് ഇവിടെ, ഡെക്കറേഷൻസൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിലോട്ട് വന്നപ്പോൾ ഷൂ എക്സ്പ്രസ്സിലും ഹാഫ് പ്രൈസിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ മേടിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കയറി നോക്കി. പക്ഷേ ഹാഫ് പ്രൈസ് ഇട്ടതൊന്നും എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫൺവില്ല. അവിടെ ഇപ്പോൾ എത്തിയതിന് ശേഷം അമ്നുവിന് കളിക്കാൻ പറ്റുന്ന കുറച്ച് റൈഡൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റൈഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്നിട്ട് അമ്നുവിന് പുതിയ കാർഡ് എടുക്കുവാണ്. കാർഡൊക്കെ എടുത്ത് റീചാർജൊക്കെ ചെയ്തിട്ട് നമ്മൾ അമ്നുവിന് കളിക്കാൻ പറ്റുന്ന റൈഡൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ സെലക്ട് ചെയ്തിട്ട് അമ്നു കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഇതൊന്ന് സ്പോട്ട് ചെയ്തത്. ഒരാളവിടെ നിന്നിട്ട് ഇതേപോലെ ടോയ്സ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അവർ കുറേ ടോയ്സ് ഇങ്ങനെ കളക്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളിത് കണ്ടിട്ട് അവരുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ നമ്മുടെ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്കും അങ്ങനെ കളിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു. എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ ബാഡ് ലക്കുകളിൽ നമുക്ക് ആദ്യം ട്രൈ ചെയ്തിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും റീചാർജ് ചെയ്ത എമൗണ്ടൊക്കെ കാർഡിൽ നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതൊരു എന്താ പറയുക, കളിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് പോലെ തോന്നുന്നത് കൊണ്ട് നമ്മൾ പിന്നെയും പുള്ളിക്കാരെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ട്രൈ ചെയ്തപ്പോൾ ഫെയിലായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ടോയ്സ് അവർ ഈസി ഒരു ട്രിക്കിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കുന്നത് കണ്ടപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ നമ്മൾ അവരോടും പറഞ്ഞിട്ട് അവർ നമുക്ക് വേണ്ടി കളിച്ച് തന്നു. അങ്ങനെ നമുക്ക് ഒരു ടോയ് ഒക്കെ കിട്ടിയായിരുന്നു. അത് കളിക്കാൻ തന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആദുവിൻ്റെ അല്ലുവിൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടറാണ് അത്. പോപ്പ് പാട്രോളിലെ കുറേ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു ടോയ് കിട്ടാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ കൊണ്ട് അത് കളിപ്പിച്ചത്. അങ്ങനെ നമുക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊരുപാട് അങ്ങനെ കളിച്ച് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ട്രിക്ക് പോലെയാണ് അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. അതിനുശേഷം പിന്നെ അമ്നുവിന് കളിക്കാൻ പറ്റുന്ന കുറേ റൈഡൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറി കളിച്ചു.
അങ്ങനെ കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുവരാൻ ഭയങ്കര പാടായിരുന്നു. അമ്മുവിനെ നമ്മൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അത് കഴിഞ്ഞ് ചുമ്മാ ജസ്റ്റ് വരുന്ന വഴിക്ക് ഹോം സെൻറ്ററിലും അതേപോലെയൊക്കെ ഒന്ന് കയറി കറങ്ങി. പിന്നെ അമ്മു അവിടുന്ന് കിട്ടിയ ആ ടോയൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കും അടുത്തു. പിന്നെ ഞാനതെടുത്ത് മാറ്റിയൊക്കെ വെച്ചു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. ഫുഡ് കഴിക്കാൻ എനിക്ക് ഖത്തറിൽ വന്നാൽ ഞാൻ എപ്പോഴും പോകുന്ന കുറച്ച് സ്പോട്ടൊക്കെ തന്നെയുണ്ട്. അതിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോയത്. ഇന്നെന്തോ അവിടെ പോയി കഴിക്കാനൊരാഗ്രഹം തോന്നിയിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. പക്ഷെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവധി ദിവസം കൊണ്ടേ ആയതുകൊണ്ട് പൊതുവെ ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ പോയി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. ഇത് അഫ്ഗാനി ഫുഡാണ്. അപ്പം അഫ്ഗാൻ റെസ്റ്റോറൻ്റാണ്. അവിടെയാണ് നമ്മൾ പോയത്. ഇത് ആദുവിൻ്റെ എല്ലുവിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. എനിക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അപ്പം ഇന്ന് ഇവിടെ പോകാമെന്ന് വെച്ചത്. വന്ന ദിവസങ്ങൾ മുതലേ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ പോയി കഴിക്കാമെന്നുള്ള പ്ലാനിൽ പോയതാണ്. ആദ്യം തന്നെ ഇതേപോലെ ഒരു സൂപ്പ് തരും. അത് അടിപൊളിയൊരു സൂപ്പാണ്. അവരുടെ ഒരു സ്പെഷ്യൽ സൂപ്പാണ്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ഗ്രില്ലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ഓരോ റൂമിൽ തറയിലൊക്കെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കഴിച്ചിട്ടൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല ലേറ്റായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നെ ഇപ്പോൾ ഇക്കാക്ക് പെരുന്നാളിൻ്റെ അവധിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വീട്ടിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.